സങ്കടങ്ങൾ പറഞ്ഞ് അച്ഛൻ്റെ നെഞ്ചിലേക്ക് വീഴുമ്പോ അച്ഛൻ പറയാറില്ലേ, ഭാഗ്യത്തിന്റെ ഒരു വര നിന്റെ തലയിൽ എവിടെ കിടക്കുന്നുണ്ടെന്ന്? അതൊരിക്കൽ തെളിഞ്ഞു വരുമെന്ന്. ഇപ്പൊ അത് ബോധ്യമായില്ല എന്റെ കുട്ടിക്ക്. എന്തെങ്കിലും ഒരിക്കല് ഒരാളിങ്ങനെ തെരഞ്ഞു വന്ന എന്താ ചെയ്യാന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. വിട്ടുകൊടുക്കില്ലെന്ന അപ്പോഴൊക്കെ മനസ്സ് പറഞ്ഞത്. പക്ഷെ ശ്യാമ മേഡം പറഞ്ഞത് വിട്ടുകൊടുക്കാനല്ല, കൂടെ നിർത്താനാ. അമ്മയ്ക്ക് പരാതിയില്ല, സന്തോഷമേ ഉള്ളൂ. കേട്ടോ മോളെ? തിരുമേനി, എന്റെ ജന്മം പൂർണ്ണമായത് ഇപ്പോഴാ. അതിനുള്ള കാരണക്കാരൻ അങ്ങ്. അതെ, ഞാൻ എന്തെങ്കിലും തന്നാ കഴിക്കുമല്ലോ അല്ലേ? എന്റെ മോളിൽ നിന്ന വീടല്ലേ, അവള് കഴിച്ചിരുന്ന ഭക്ഷണമല്ലേ. കാര്യമായിട്ടുള്ള എന്തെങ്കിലും കഴിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ. മോളെ, അമ്മയുടെ അടുത്ത് തന്നെ ഇരുന്നു, ഞാൻ പോയി എന്തെങ്കിലും ശരിയാക്കട്ടെ. ശരി അമ്മ. അമ്മ അമ്മ വന്ന് ഞാനൊരിടം കാണിച്ചു തരാം. അച്ഛാ, അമ്മയെക്കുറിച്ചോർത്ത് ഞാൻ കരഞ്ഞ കണ്ണീരൊക്കെ ദേ ഈ തറയിലാ വീണത്, എന്റെ ഭഗവാന്റെ മുൻപില്. മോളെ, ഒരുപാട് രാത്രികൾ ഇവിടെ ഇരുന്ന് വെളുപ്പിച്ചിട്ടുണ്ട്. അനാഥയാണെന്നുള്ള ആക്ഷേപങ്ങൾ കേട്ട നിമിഷം മുതൽ എല്ലാം ഇവിടെ തന്നെ ആയിരുന്നു. അപ്പോ ഞാനെന്റെ അമ്മയെ ഭഗവാന്റെ മുന്നിൽ കൊണ്ട് നിർത്തണ്ടേ?